സീനയാണോ ജോയിൻ ചെയ്തത്? കേൾക്കണുണ്ടോ സീന? കേൾക്കണില്ലേ? രേഷ്മ പുറത്താണോ? ഓക്കെ. പുറത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കേണ്ടി കേട്ടോ. ക്ലാസ് തരല.
ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പം ജോയിൻ ആവാനുണ്ടല്ലേ, ആൾക്ക് സ്റ്റുഡൻസ് ജോയിൻ ആവാനുണ്ട്. ഇതിൽ പ്രയർ ആരായിരുന്നു ഇന്ന്? പ്രയർ ആൻഡ് പ്ലഡ്ജ് ഒരു സ്റ്റാർട്ട് ചെയ്തോട്ടെ. പ്രയർ, പ്ലഡ്ജ്. ടീം ലീഡർ എവിടെ? മുഹ്സിൻ എവിടെ? ജോയിൻ ചെയ്തോ? ഇന്ന് പ്ലഡ്ജും പ്രയറും ആരായിരുന്നു? ഒരു സ്റ്റാർട്ട് ചെയ്തോട്ടെ. രണ്ട് മണിയായല്ലോ. ആരായിരുന്നു? രേഷ്മ ആരായിരുന്നു ഇന്ന് പറഞ്ഞിരുന്നത്? ഇന്ന് പ്രയറും പ്ലഡ്ജും ഇല്ലേ? മുഹ്സിന ഫർഹാനയായിരുന്നോ? ഫർഹാന ഉണ്ടായിരുന്നു ചെല്ലാന്. ഫർഹാന ജോയിൻ ചെയ്തിട്ടില്ലേ? ഇല്ല എന്നാ തോന്നുന്നത്. ഓക്കെ, അപ്പോ ആരാ ഇനിയിപ്പോ ചൊല്ലുക? ഓക്കെ, ചൊല്ലിക്കോ. ഇല്ലെങ്കിൽ ടീം ലീഡർ ചെല്ലണമല്ലോ അല്ലേ? അങ്ങനെയാണല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, എന്നാ ചൊല്ലിക്കോ. നന്മരൂപിയായ India is my country. All Indians are my brothers and sisters. I love my country and I am proud of it. Which are very happy. I shall always strive to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion. In their well-being and prosperity alone lies my happiness. ഓക്കെ, പ്ലഡ്ജ് കഴിഞ്ഞല്ലോ. 17 ആൾക്കാർ ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്താലോ? ഒന്ന് മെസ്സേജ് അയക്കൂ. സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഒരിക്കലിന് റെക്കോർഡ് ഒന്ന് ഓണാക്കട്ടെ. അതിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ സ്റ്റോപ്പ് റെക്കോർഡായാ മതിയായിരുന്നു. മറ്റേത് നമ്മള് ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചോദിക്കാം അല്ലെ? ഇടക്കൊരു ചേഞ്ച് ഒക്കെ ആവാം. ഇടക്ക് നമുക്ക് ഫസ്റ്റ് ചോദിക്കാം,
ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് ചോദിക്കാം അല്ലെ, രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. പിന്നെ നോട്ട്സ് ഒക്കെ എഴുതിയോ? നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയോ? അതായത് പ്രീ സ്കൂൾ മാനേജ്മെന്റിന്റെ നോട്ട്സും നമ്മൾ ഇതുവരെ എടുത്തതും ഇതിപ്പോ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്. ഇപ്പൊ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഈ ഒരു ചാപ്റ്ററിന്റെ നോട്ട്സ് എന്തായി? എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? അതായത് എടുത്തത് വരെ കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ. നിങ്ങള് അതായത് നമുക്ക് ഓരോ ദിവസം തരുന്ന നോട്ട്സും അന്നാന്ന് തന്നെ എഴുതണം കേട്ടോ. കാരണം ഞാൻ അതുകൊണ്ടാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് വിട്ടു തരുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താ അറിയോ, കുറേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താണ്ടാവും, പിന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പൊ ആ ദിവസം തരുന്ന അന്ന് തന്നെ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, പഠിക്കാനും ഈസി ആവും, രണ്ടിനും നിങ്ങൾക്ക് ഈസി ആവും. അപ്പൊ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. അതിൽ എലമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് അതില്ലായിരുന്നോ? അതില് ഫ്ലെക്സിബിലിറ്റി എത്തി. ഇനി എബിലിറ്റി ആയിരുന്നു പറയാനിരുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ, ലാസ്റ്റ് ടൈം നമുക്ക് ചോദിക്കാം. എബിലിറ്റി അല്ലെ, എബിലിറ്റി അല്ലായിരുന്നു ഇനി പറയാനുള്ളത്. സ്ട്രെങ്ത് പറഞ്ഞു, കോർഡിനേഷൻ, സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എബിലിറ്റി ആണ് അല്ലെ. ഓക്കെ, എബിലിറ്റി പറയാം. ദ എബിലിറ്റി ടു റാപ്പിഡ്ലി ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ എൻറ്റയർ ബോഡി ഇൻ സ്പേസ് വിത്ത് സ്പീഡ് ആൻഡ് അക്യുറസി അല്ലെ. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംഭവം, എല്ലാവർക്കും ഇല്ലേ കഴിവില്ലേ? കഴിവ് മീൻസ് നമ്മള് എബിലിറ്റി, നമുക്കുള്ള കഴിവുകൾ അല്ലെ. അതായത് ദ എബിലിറ്റി ടു റാപ്പിഡ്ലി ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ എൻറ്റയർ ബോഡി ഇൻ സ്പേസ് വിത്ത് സ്പീഡ് ആൻഡ് അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിന്, അതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ശരീരത്തിന് അതായത് എല്ലാ ഭാഗവും ഇപ്പൊ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തിലേക്ക് എത്താനുള്ള ഒരു കഴിവ് എന്ന് പറയും. അതിന്റെ ചെറിയൊരു, അതായത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ എല്ലാ ജോലികളും ചെയ്യാനുള്ള കഴിവ്. നമുക്കൊരു ജോലി, ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി നമ്മൾ ചെയ്യാന്ന് വിചാരിക്കുക, വീട്ടിലായിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാന്ന് വിചാരിക്കുക, ഒരു ജോലി അതെന്ത് ചെയ്യാൻ പറ്റും? അതെന്ത് ചെയ്യാന് നന്നായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവുക, അതാണ് എന്ത്? എബിലിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? എൻഡുറൻസ്. എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ഓഫ് മസിൽസ് ടു കണ്ടിന്യൂ ടു പെർഫോം വിത്തൗട്ട് ഫാറ്റിഗ്യൂ. ഫാറ്റിഗ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണം അല്ലെ. ക്ഷീണാണ് ഫാറ്റിഗ്യൂ എന്ന് പറഞ്ഞാല്. ദ എബിലിറ്റി ഓഫ് മസിൽസ് ടു കണ്ടിന്യൂ ടു പെർഫോം വിത്തൗട്ട് ഫാറ്റിഗ്യൂ. അതായത് നമുക്ക് ക്ഷീണമില്ലാതെ എന്ത് ചെയ്യാം? കൂടുതൽ സമയം പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് നമുക്ക് എന്താണ്? അതായത് ഒരു ക്ഷീണം ഇല്ലാതെ ഇങ്ങനെ ജോലി ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മള് കിച്ചണിലുള്ള ഡ്യൂട്ടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നായി, അപ്പൊ നമ്മൾ ചില ആൾക്കാർ പെട്ടെന്ന് റെഡിയാക്കണം, 12ന്റെ ഉള്ളിൽ എല്ലാ ഡ്യൂട്ടിയും കഴിയണമെന്നുള്ള ആൾക്കാരുണ്ടാവും ഇല്ലേ? ചില ആൾക്കാർ എന്തെങ്കിലും ഒരു 10 മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഒരു 5 മിനിറ്റ് കിടക്കട്ടെ, അതിന്റെ ശേഷം ബാക്കി ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഇല്ലേ? അല്ലെ, അങ്ങനെ ഉണ്ടാവും ഇല്ലേ? അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അങ്ങനെയാണല്ലോ എന്നല്ലേ. നമ്മൾ അങ്ങനെ ഇല്ലേ? ചില ആൾക്കാർക്ക് 12 ആവുന്നതിന് പണിയൊക്കെ കഴിക്കുക, എന്നിട്ട് അപ്പൊ ഉച്ചയാകുമ്പോഴത്തേന് മൊബൈൽ കാണാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഒരു ബ്രേക്ക് എടുക്കട്ടെ എന്നിട്ട് ബാക്കി ജോലി ചെയ്യാന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലെ. എല്ലാവരും മൈൻഡ് ഒരേപോലെ അല്ലല്ലോ അല്ലെ. അപ്പൊ ഡിഫറെന്റ് ആയതുകൊണ്ട് ഓരോരുത്തർ ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുക. എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണമില്ലാതെ കൂടുതൽ സമയം പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ്, അതാണ് എൻഡുറൻസ് കേട്ടോ. അപ്പൊ നമ്മൾ സ്ട്രെങ്ത്, കോർഡിനേഷൻ, സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി, എബിലിറ്റി, എൻഡുറൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഹൗ ടു ഡെവലപ്പ് ദ എലമെന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഹൗ ടു ഡെവലപ്പ് ദ എലമെന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെ. നമ്മളതിൽ ഫിറ്റ്നസിന്റെ ആളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. അതിൽ ഫസ്റ്റ് വൺ വാക്കിംഗ് ആണ്. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ നോക്കാം. അതുപോലെ റണ്ണിങ്, സ്ട്രെച്ചിങ്, വെയിറ്റ് ട്രെയിനിങ്. വാക്കിംഗ് എന്താണ്? വാക്കിംഗ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ബോഡി കോമ്പോസിഷൻ ആൻഡ് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്. റണ്ണിങ്, endurance, ability and speed can be developed through running. Stretching, flexibility can be developed through stretching. Weight training, muscular endurance, strength, etc. can be developed through these activities. എനിക്ക് ഒരാൾ വായിച്ചു തരണം. ഉറങ്ങണമൊന്നും ഇല്ലല്ലോ, എനിക്ക് അറിഞ്ഞിരിക്കണല്ലോ അല്ലെ. മർസിന അതൊന്ന് വായിച്ചെന്നേ. ടെക്സ്റ്റ് ബുക്കുള്ള ആളല്ലേ മർസിന? ഇപ്പൊ എടുത്ത ഗസ്റ്റ് വന്നിട്ട് ഞാൻ അതുകൊണ്ട് ഒന്ന് ടൈപ്പ് വരെ ചെയ്യാത്ത. ഞാൻ കേൾക്കുന്നുണ്ട് ക്ലാസ്. പെട്ടെന്ന് ഗസ്റ്റ് വന്നിനേനു വീട്ടിൽ, പെട്ടെന്ന് ഗസ്റ്റ് വന്നിനേനു. അപ്പൊ ടെക്സ്റ്റ് ബുക്കും എനിക്കില്ല, കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലേ?
ഞാൻ വിട്ട് തന്നത് പഠിക്കാൻ പറ്റുമോ? ആ ഓ അല്ല ഞാൻ പറഞ്ഞ വീട്ടിൽ ആള് വന്നിട്ട് രണ്ട് ഇതിലാ ഉള്ളത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ടൈപ്പ് ചെയ്യാൻ നമ്മൾക്ക് വേറെ ആളെ വിളിക്കണം. റസീന ബുക്കില്ലേ റസീന? വായിച്ചോ. വാക്കിംഗ്, റണ്ണിങ്, സ്ട്രെച്ചിങ്, വെയിറ്റ് ട്രെയിനിങ് ട്ടോ. വേറൊരാളും കൂടെ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ വായിപ്പിക്കുന്നത്. ടെക്സ്റ്റ് ഇല്ല. സെക്കീനൊക്കെ ടെസ്റ്റ് ഉണ്ടോ? സെക്കീനൊക്കെ ടെസ്റ്റ് ഇല്ലേ? ടെക്സ്റ്റ് ഇല്ല, അതുപോലെ പേര് ഇവിടെ എഴുതി വെക്കണം അല്ലെ? എന്നാ പിന്നെ ഓരെ വിളിക്കണ്ടല്ലോ അല്ലെ? പക്ഷെ ടെക്സ്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് മൊബൈലിൽ നോക്കി വായിക്കാൻ പറ്റൂലേ? സെക്കീനൊക്കെ ടെക്സ്റ്റ് ഇല്ല. സക്കീന കേൾക്കണില്ലേ? എന്നാ നമ്മളെ ലീഡർ വായിക്കട്ടെ എന്നാല്. Okay, miss. How to develop the elements of physical fitness. Walking helps in developing body composition and cardiovascular fitness. 2. Running. Endurance, stability, and speed can be developed through running. 3. Stretching. Flexibility can be developed through stretching. 4. Weight training. Muscular endurance, strength, etc. can be developed through these activities. ഓക്കെ. ഞാൻ വിളിക്കുമ്പോ അധികം ടെക്സ്റ്റ് ഇല്ലാത്ത പോലെയാണല്ലേ? നമ്മൾ അറിയുന്നില്ല ടെക്സ്റ്റ് ഇല്ലാത്ത പോലെ ആരൊക്കെയാന്നുള്ളത്. പക്ഷെ ടെക്സ്റ്റ് ഉള്ള ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ടെക്സ്റ്റ് ഉള്ളപോലെ വിളിക്കണില്ല അതല്ലേ? ടെക്സ്റ്റ് ഉള്ള ആൾക്കാരെ വിളിച്ചുകൂടാന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? പക്ഷെ എനിക്ക് അറിയണില്ല ആരൊക്കെ ടെക്സ്റ്റ് ഉള്ള ഇല്ലാത്തതെന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഞാൻ വിളിക്കാത്ത ആൾക്കാരെ വിളിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഹൗ ടു ഡെവലപ്പ് ദ എലമെന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ശരീരത്തില് എന്താണ് മൊത്തത്തിൽ നമ്മളൊരു കഴിവ് നേടിയെടുക്കുമല്ലോ, ഫിറ്റ്നസ് ആയിട്ടിരിക്കുക എന്ന് പറയല്ലോ, ശാരീരിക ക്ഷമത എന്ന് പറയട്ടോ. അതിനെ എങ്ങനെയൊക്കെ വികസിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വാക്കിംഗ്. വാക്കിംഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നടത്തം. വാക്കിംഗ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ബോഡി കോമ്പോസിഷൻ ആൻഡ് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, ഈ ബ്രാക്കറ്റിൽ വരുന്നൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണേ. അതുകൊണ്ടാണ് ഞാനത് വായിപ്പിക്കണം കേട്ടോ. അല്ലാത്തതൊന്നും വായിപ്പിക്കാതെ, പിന്നെ ഇമ്പോർട്ടൻസ് അല്ലാത്തതൊന്നും ഞാൻ അധികം വായിപ്പിക്കൂല. ഇമ്പോർട്ടന്റ് അത് ആയത് മാത്രമേ ഞാൻ വായിപ്പിക്കണുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് വാക്കിംഗ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മുടെ ശരീര ഘടന അല്ലെ? നമ്മുടെ ശരീരഘടന നമുക്ക് എന്തുണ്ട്? നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ എല്ലാവരുടെ ശരീരം ഒരേപോലെയാണോ? ഡിഫറെന്റ് ആണ് അല്ലെ? ചില ആൾക്കാർക്ക് പെട്ടെന്ന് ക്ഷീണം വരും, ചില ആൾക്കാർക്കോ എത്ര പണിയെടുത്താലും ക്ഷീണം വരാത്തവരുണ്ടാവും ഇല്ലേ? ഇപ്പൊ ഒരു വീട്ടിൽ ഇളച്ചി മൂത്തച്ചിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഇളച്ചിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്ഷീണം വരും. അപ്പൊ മൂത്തച്ചി നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്, അവർക്ക് ക്ഷീണം വരുന്നില്ല. നമ്മൾ ചിന്തിക്കൂലേ അത് ഒരു ഫിറ്റ്നസ് ആയിരിക്കും, അതുകൊണ്ടാണ് അല്ലെ? അപ്പൊ എന്താണ് വെറുതെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ. അപ്പം വാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ അതായത് ശരീരഘടന വികസിപ്പിക്കുക അല്ലെ? അതുപോലെ തന്നെ എന്ത് ചെയ്യാ, നമ്മളെ ശരീരഘടന വികസിപ്പിച്ചാല്, അതുപോലെ നമ്മൾ ഈ നടത്തം, രാവിലെ നടക്കണതൊക്കെ നല്ലതല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ കുറെ ആൾക്കാർ സൈക്കിൾ ചവിട്ടുക, നടക്കുക, ഇതൊക്കെ എന്തിനാണ്? നമ്മളെ ശരീരത്തിന് ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ബോഡി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് എന്ത് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ബുക്കുള്ളതും ഇല്ലാത്തതൊക്കെ ഷെബിന് അയക്കണുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ? നടത്തത്തിന്റെ വാക്കിംഗ് എന്നാൽ എന്താന്ന് മനസ്സിലായല്ലോ. സെക്കൻഡ് വൺ ആണ് റണ്ണിങ്. റണ്ണിങ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓട്ടം. എന്തൊക്കെയാണ്? എൻഡുറൻസ്, എബിലിറ്റി ആൻഡ് സ്പീഡ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ റണ്ണിങ്. നമുക്ക് ഓട്ടത്തിലൂടെ നമുക്ക് എന്ത് കിട്ടും അല്ലെ? നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് എന്താണ്? എനർജി ഉണ്ടാവില്ല. പക്ഷെ ഓട്ടത്തിലൂടെ ഒക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫിറ്റ്നസ് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എബിലിറ്റി, കഴിവ്, അതുപോലെ എന്താണ്? സ്പീഡ്, വേഗത, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ പോയിന്റ്സ് ആട്ടോ. പെട്ടെന്ന് ഇതിപ്പോ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഈ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ വിട്ടു തരണ്ട. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതിയെടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ബ്രാക്കറ്റ് ഒക്കെ വരച്ചിട്ട് വൃത്തിയിൽ വരച്ചിട്ട് കേട്ടോ. പെൻസിലോ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് ആക്കരുത് കേട്ടോ. സ്കെയിലൊക്കെ വെച്ച് നന്നായിട്ട് നമ്മൾ നോട്ട്ബുക്ക് വൃത്തിയിൽ എഴുതിയാൽ നമുക്ക് പഠിക്കാൻ തോന്നും അല്ലെ?
നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്നും വരച്ചിട്ട് ചെയ്യരുത്. നോട്ട്ബുക്ക് നിങ്ങൾ നന്നായിട്ട് വൃത്തിയിൽ സ്കെയിൽ കൊണ്ടൊക്കെ വരച്ചിട്ട് ഇതൊരു ബ്രാക്കറ്റിലാക്കിയിട്ട് ഇതുപോലെ എഴുതിയാൽ മതി കേട്ടോ. ഇതുപോലെ തന്നെ പഠിച്ചാൽ മതിയേ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? സ്ട്രെച്ചിങ്. അപ്പൊ റണ്ണിങ് എന്താന്ന് മനസ്സിലായല്ലോ? ഓട്ടത്തിലൂടെയും പിന്നെ അതുപോലെ നമ്മളെ കഴിവ്, വേഗത ഇതൊക്കെ വികസിപ്പിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. സ്ട്രെച്ചിങ് എന്താ അറിയൂലേ? ഫ്ലെക്സിബിലിറ്റി ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ സ്ട്രെച്ചിങ്. നമ്മൾ വലിച്ചു നീട്ടുക അല്ലെ? വലിച്ചു നീട്ടുക. നമ്മളിപ്പോ ഇതൊക്കെ ഉണ്ടാവൂലേ, എന്താ വടംവലി എന്നൊക്കെ പറയും അല്ലെ? ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതൊക്കെ വലിച്ചു നീട്ടുമ്പോ നമ്മളെ കയ്യിനൊക്കെ എന്താ ഉണ്ടാവുക? വഴക്കം കിട്ടും അല്ലെ? വഴക്കം കിട്ടും. അപ്പൊ വലിച്ചു നീട്ടുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വഴക്കം. അത് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് വികസിപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വെയിറ്റ് ട്രെയിനിങ്, നമ്മളെ ഭാര പരിശീലനമാണ്. മസ്കുലർ എൻഡുറൻസ്. ഇപ്പൊ ഈ സ്പോർട്സിലൊക്കെ എന്താ ഷോർട്ട് പുട്ട്, അതുപോലെ എന്താണ് ജാവലിംഗ് ത്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് എന്താണ്? ഫിറ്റ്നസ് കിട്ടും. മസ്കുലർ എൻഡുറൻസ്, സ്ട്രെങ്ത് എക്സെട്ര ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ ദിസ് ആക്ടിവിറ്റീസ്. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ എഴുതണോന്നോ? ആ ടെക്സ്റ്റില് എഴുതിക്കോളി. കാരണം എന്താന്ന് വെച്ചാൽ ഇത് എഴുതുന്നത് ഒന്നും കൂടെ നല്ലതായിരിക്കും. നമ്മൾ ടെക്സ്റ്റുകൾ വെച്ച് എക്സാമിന് പഠിക്കും, എന്നാലും നോട്ടിൽ എഴുതിക്കോളി കേട്ടോ. അതായിരിക്കും നല്ലത് അല്ലെ? ടെക്സ്റ്റിൽ ഉണ്ട്, നല്ല നോട്ടിൽ എഴുതിക്കോളി കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് വെക്കാം, പക്ഷെ നോട്ടിൽ എഴുതുന്നത് നമുക്ക് ഒന്നും കൂടെ അല്ലെ, ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പൊ വെയിറ്റ് ട്രെയിനിങ് പറഞ്ഞാൽ എന്താണ്? ക്ലാസ്സിൽ എഴുതിയോളാണ്, അപ്പൊ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എഴുതിയ ആൾക്കാർ എഴുതണ്ട, എഴുതിയ ആൾക്കാർ വീണ്ടും എഴുതണ്ട കേട്ടോ. എഴുതാത്തവരുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതിയേ കേട്ടോ. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. വെയിറ്റ് ട്രെയിനിങ് പറഞ്ഞാൽ ഭാരപരിശീലനം. ഇതെന്താണ്? മസ്കുലർ എൻഡുറൻസും അതുപോലെ സ്ട്രെങ്ത്, അതായത് നമ്മളെ പേശികള്, നമ്മളെന്താണ്, നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിലൂടെ എന്തുണ്ടാവും? പേശികൾക്ക് ശക്തി, ഇതൊക്കെ എന്തുണ്ടാവും? വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അതാണ് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട്. ഇത് മൊത്തത്തിൽ ഒരു സ്പോർട്സ് ഐറ്റം ഇതിൽ ഇൻക്ലൂഡ് ചെയ്താണ്. വാക്കിംഗ്, റണ്ണിങ്, സ്ട്രെച്ചിങ്, വെയിറ്റ് ട്രെയിനിങ്. വാക്കിംഗ് പറഞ്ഞാൽ എന്തായിരുന്നു? ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ബോഡി കോമ്പോസിഷൻ ആൻഡ് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് അല്ലെ? നമ്മുടെ ശരീരഘടന വികസിപ്പിക്കുക, അതിന്റെ ഫിറ്റ്നസ്, അതാണ് എന്ത്? വാക്കിങ്ങിൽ വരുന്നത്. റണ്ണിങ് പറഞ്ഞാൽ എന്തായിരുന്നു? എൻഡുറൻസ്, എബിലിറ്റി ആൻഡ് സ്പീഡ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ റണ്ണിങ്. അതായത് നമ്മൾ ഓട്ടത്തിലൂടെ ഉണ്ടാവുന്ന കഴിവ്, വേഗത, ഇതൊക്കെ വികസിപ്പിക്കുന്നത്. സ്ട്രെച്ചിങ്, ഫ്ലെക്സിബിലിറ്റി ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ സ്ട്രെച്ചിങ്. നമ്മൾ വലിച്ചു നീട്ടുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വഴക്കം കിട്ടുന്നുണ്ട്. വെയിറ്റ് ട്രെയിനിങ്, മസ്കുലർ എൻഡുറൻസ്, സ്ട്രെങ്ത്, അതായത് ഇത് രണ്ടും നമ്മൾ എന്താണ്? പേശികളുടെ പ്രവർത്തനങ്ങളും പിന്നെ ശക്തി, ഇതൊക്കെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് വെയിറ്റ് ട്രെയിനിങ്ങിൽ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഹൗ ടു ഡെവലപ്പ് ദ എലമെന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ള ഈ ഒരു 4 പോയിന്റ്സ് മനസ്സിലായോ ഇല്ലയോ? ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തയക്കണേ. നമ്മൾ ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ എന്തായിട്ടുണ്ട്? ഇതിലൊരു കുറച്ച് ഭാഗം കൂടെ എടുത്താൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ എടുക്കാനുള്ളൂ, കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കട്ടെ നമുക്ക്, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മാത്രമേ നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ, ആർക്കും മനസ്സിലാവാത്ത ഇല്ലല്ലോ? മനസ്സിലാവാത്ത പോലെ ഉണ്ടെങ്കിൽ ഒന്ന് അയക്കുക കേട്ടോ. ഇല്ല, ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് എടുക്കാം. ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സിമ്പിൾ ആണ്. അതിൽ കണ്ടന്റ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിലൊന്നും ഇപ്പൊ നമ്മള് എന്താണ് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നമ്മൾ നോക്കൂല. അതിലെ കണ്ടന്റ് മാത്രങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെ? ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അതായത് നമ്മൾ എലമെന്റ് കൺസിസ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, എബിലിറ്റി, എൻഡുറൻസ് നമ്മൾ എടുത്തതാണ്. നെക്സ്റ്റ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫസ്റ്റ് വൺ, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, HRPF. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിക്കുമായിരിക്കും, അങ്ങനത്തെ ഇതൊക്കെ ചോദിക്കലുണ്ടല്ലോ. അതെന്താണ്? ഇറ്റ് ഈസ് ദ പവർ ഓർ കപ്പാസിറ്റി ടു ലിവ് എ ഫുൾ ആൻഡ് എഫിഷ്യന്റ് ലൈഫ് ദാറ്റ് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ്. സെക്കൻഡ് വൺ ആണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, SRPF. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. ഇത് തെറ്റിക്കരുത് കേട്ടോ. ഈ ഒരു ഫുൾ ഫോം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Major elements includes in this type of fitness is speed, ability and coordination. It shows a relationship with enhanced performance in sports and motor skills.
കോസ്മെറ്റിക് ഫിറ്റ്നസ്, അതായത് CF. ഇറ്റ് ഷോസ് ദ capacity to build a beautiful psyche without giving importance to other physical fitness parameters. ഇതിന്റെ ബാക്കിൽ നിങ്ങൾ ഈ യെല്ലോ ഇത് കാണുന്നുണ്ടോ? യെല്ലോ എല്ലാരും കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ ബാക്കിൽ? കാണുന്നുണ്ട് അല്ലെ? ഇതെന്താന്ന് വെച്ചാല് ഇത് നമ്മുടെ മോണ്ടിസോറി സ്റ്റുഡൻസ് ചെയ്ത വർക്കുകളാണ്. അവർക്ക് മോണ്ടിസോറി കലണ്ടർ ചെയ്യാനുണ്ടായിരുന്നു. ഒരുപാടുണ്ട് കേട്ടോ, ക്ലാസ് റൂമിൽ മൊത്തത്തിലുണ്ട്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള കലണ്ടർ ആണത്. ഒരു കലണ്ടർ ചെയ്യാനുണ്ടെന്ന് ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക, ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ടാവില്ലായിരിക്കും. അവർ ചെയ്തിട്ടുള്ള ഇവിടെ ഇങ്ങനെ ചുറ്റുമുണ്ട് ഇങ്ങനെ. അപ്പൊ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു. കലണ്ടർ മീൻസ് നമ്മള് ഓരോ ഡേകൾ ഉണ്ടാവുമല്ലോ. എല്ലാ ഡേകളും ഇപ്പൊ ഒരു മാസത്തിൽ ഒരു മന്തിൽ ഉണ്ടാവുന്ന എല്ലാ ഡേകളും ഇവിടെ എഴുതി വെക്കും. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡേകളും നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും. അതാണ് കേട്ടോ അവിടെ എഴുതി വെച്ചത്. പിന്നെ അതുപോലെ വേറൊരു കലണ്ടർ ഉണ്ട്. ഇത് ആ ഒരു സംഭവമാണ് ഇവിടെ ബാക്കിലുള്ള ഈ ഒരു ഭാഗത്തുള്ള കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇനിയിപ്പോ എന്താ പറയാൻ പോണത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. എനിക്ക് ഒരാൾ വായിച്ചു തരണല്ലോ. ഷബനതൊന്ന് വായിച്ചേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. മിസ് എന്റെ പേരല്ലേ വിളിച്ചേ? ഷബന മിസ് എന്നെയാണോ വിളിച്ചേ? യെസ്, ഷബനെയാ വിളിച്ചത്. Okay. Different types of physical fitness. Health-related physical fitness, HRPF. It is the power or capacity to live a full and efficient life that one is capable of being. Second one, skill-related physical fitness, SRPF. Major elements included in this type of fitness is speed, ability, and coordination. It shows a relationship with enhanced performance in sports and motor skills. Cosmetic fitness, CF. It shows the capacity to build a beautiful physique without giving importance to other physical fitness parameters. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് വിവിധ തരത്തിലുള്ള ശാരീരിക ഫിറ്റ്നസ് അല്ലെ? എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇത് നന്നായിട്ട് പഠിച്ചിരിക്കണം, സിമ്പിൾ ആണ്. ഹെൽത്ത്, HRPF, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, എന്താ നോക്കാം. ഇറ്റ് ഈസ് ദ പവർ ഓർ കപ്പാസിറ്റി ടു ലിവ് എ ഫുൾ ആൻഡ് എഫിഷ്യന്റ് ലൈഫ് ദാറ്റ് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് അല്ലെ? എന്താണ് അത് പറഞ്ഞത്? അതായത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ശാരീരിക ഫിറ്റ്നസ്. അതാണ് എന്ത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കിന്റെ മീനിങ്. എന്താണ് അതെന്നാ ചോദിച്ചത്. അതായത് പൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള ശക്തി ഒരാൾക്ക് ഉണ്ടാവുക. പൂർണ്ണമായിട്ട് ജീവിതം നയിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവുക. അതാണ് എന്ത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞത്. സമ്പൂർണമായിട്ടുള്ള എന്നൊക്കെ പറയും അല്ലെ? സമ്പൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ കഴിവ്, എബിലിറ്റി. അതാണ് എന്ത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് സ്കില്ലാണ്. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. സ്കില്ല് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റൂലേ? അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. എന്താണ് അതിൽ പറഞ്ഞത്? അതായത് മേജർ എലമെന്റ്സ് ഇൻക്ലൂഡ്സ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫിറ്റ്നസ് ഈസ് സ്പീഡ്. അതായത് ഈ തരത്തിലുള്ള, അതായത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള എലമെന്റ്സ്, ഈ തരത്തിലുള്ള ശാരീരിക ഫിറ്റ്നസ് എന്തൊക്കെ ഘടകങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. വേഗത, കഴിവ് അല്ലെ? വേഗത ഉണ്ട്, കഴിവുണ്ട്, പിന്നെ കോർഡിനേഷൻ, അതായത് ഏകോപിക്കാം അല്ലെ? കൂടിച്ചേരാം. ഇതൊക്കെ അതുപോലെ അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് മോട്ടോർ സ്കിൽസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കായിക രംഗത്തൊക്കെ ഉണ്ടാവുമല്ലോ കഴിവുകൾ, മോട്ടോർ കഴിവുകൾ. അതൊക്കെ അതെന്തുണ്ടാവുക? നന്നായിട്ട് മെച്ചപ്പെടുക അല്ലെ? അതിനെ കാണിക്കുന്നതാണ് എന്ത് സ്കിൽ റിലേറ്റഡ് എന്ന് പറഞ്ഞത്. ഒന്നും കൂടെ പറഞ്ഞു തരാം. അതായത് ശാരീരിക, ചില സമയത്ത് നിങ്ങൾ ബസ്സിന്റെ ഓണടി കേൾക്കുന്നുണ്ടാവൂലേ? ഒന്നാമത് ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് കേൾക്കുന്നുണ്ടോ അവിടെ ബസ്സിന്റെ ഓണടി? അങ്ങനെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഡോർ ക്ലോസ് ചെയ്യാം കേട്ടോ. ചില സമയത്ത് റോഡ് സൈഡ് ആയതുകൊണ്ടേ ബസ്സിന്റെ സൗണ്ട് ഒക്കെ ചിലപ്പോൾ നന്നായിട്ട് ഞാൻ ഡോർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അപ്പൊ നമ്മൾ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്
അതായത് ഈ ശാരീരിക ഫിറ്റ്നസിൽ ഇൻക്ലൂഡ്, അതായത് സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കഴിവ്, വേഗത, അതുപോലെ കൂടിച്ചേരല്, ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതുപോലെ മോട്ടോർ സ്കിൽസ്, കായിക രംഗത്തും മോട്ടോർ കഴിവുകളിലും എന്ത് ചെയ്യുക, നന്നായിട്ടുള്ള ഒരു പ്രകടനം, അതായത് നന്നായിട്ടുള്ള ഒരു പ്രകടനം കാണിക്കുക, അതാണ് എന്ത് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞത്. അതിൽ റിലേഷൻഷിപ്പ് കാണിക്കുക കേട്ടോ, അതാണ് ഇവിടെ സ്പോർട്സ് ആൻഡ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞത്. അതിൽ പെർഫോമൻസ് കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. കോസ്മെറ്റിക് ഫിറ്റ്നസ് ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതായിരിക്കും അല്ലെ. കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയൂലേ, കോസ്മെറ്റിക് സംഭവങ്ങൾ നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർ ബാഗിലൊക്കെ കൊണ്ട് നടക്കലുണ്ട് അല്ലെ. ലിപ്സ്റ്റിക് ഇല്ലാത്ത ആൾക്കാരുണ്ടാവൂല, എല്ലാവരുടെ കയ്യിലും ലിപ്സ്റ്റിക്, എന്റെ കയ്യിലില്ല കേട്ടോ. ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, ബാഗിലൊക്കെ. അല്ല, അത് തെറ്റല്ല, എല്ലാരും കൊണ്ടെടുക്കണുണ്ടല്ലോ അല്ലെ. ഇപ്പൊ ലിപ്സ്റ്റിക് ഇടാത്ത ആൾക്കാരൊന്നുമില്ല, എല്ലാവരുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഓക്കെ, അപ്പൊ കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാല് ആ ഒരു സംഭവമാണ്. അതായത് ഇറ്റ് ഷോസ് ദ കപ്പാസിറ്റി ടു ബിൽഡ് എ ബ്യൂട്ടിഫുൾ സൈക്യൂ വിത്തൗട്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു അതർ ഫിസിക്കൽ ഫിറ്റ്നസ് പാരാമീറ്റേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ശരീരം മനോഹരമായിട്ട് കെട്ടിപ്പടുക്കുക. അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ നമ്മളെ മുഖമൊക്കെ പൊട്ടിയടിക്കുക എന്ന് പറയും അല്ലെ. നമ്മൾ ഭംഗി ഉണ്ടെങ്കിലും നമ്മൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ കോസ്മെറ്റിക് സംഭവങ്ങൾ ഉപയോഗിക്കും അല്ലെ. പ്രത്യേകിച്ച് നമ്മളൊരു മാരേജ് ഫംഗ്ഷൻ, പാർട്ടി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ആരായാലും ഉപയോഗിക്കും അല്ലെ. അത് നമുക്ക് അല്ലെ, അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അതാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ മനോഹരമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശരീരം കെട്ടിപ്പടുക്കാനുള്ള ഒരു കഴിവ്, അതാണ് എന്ത് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ കേട്ടോ. മറ്റത് രണ്ടും ഹെൽത്തും സ്കില്ലും അതല്ല. കോസ്മെറ്റിക് ഇതാണ്. കോസ്മെറ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ശരീരം ബ്യൂട്ടിഫുൾ ആക്കാൻ. ഇപ്പൊ മുഖം മാത്രമല്ല, നമ്മളെ ഫേസ് മാത്രമല്ലല്ലോ ബ്യൂട്ടിഫുൾ, കൈ കാലൊക്കെ നമ്മള് ബ്യൂട്ടിഫുൾ ആക്കണം. അതുകൊണ്ടാണ് ശരീരം മൊത്തത്തിൽ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായോ എന്ന് പറയാ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് 3 കാര്യങ്ങളാണ്. HRPF, SRPF, CF. ഇതിന്റെ എന്താണ്, അതായത് HRPF, SRPF, CF ഫുൾ ഫോം പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും, അത് എന്താണ് നിങ്ങളും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ ഒന്ന് പെട്ടെന്ന് പറയാം. മനസ്സിലായില്ലേ? ഇത് ഇപ്പൊ എടുത്തിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക് 1ാമത്തെ ചാപ്റ്റർ ആണിത്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള 1ാമത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇത് മനസ്സിലായോ ഇല്ലയോ ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, മനസ്സിലായല്ലോ സംഭവം. ഇനി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ചാപ്റ്റർ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടോ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഞാനിതൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചെന്നുള്ളതൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഹെൽത്ത് എന്താന്ന് പറഞ്ഞു അല്ലെ. ഹെൽത്ത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഫ്രീ ഫ്രം ഡിസീസ് ആൻഡ് ഇൽനെസ് അല്ലെ, നമ്മളത് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ പറഞ്ഞിരുന്നു. എന്തേനി, ലിറ്ററലി മീൻസ് ദ എബിലിറ്റി ടു ക്യാരി ഔട്ട് ഡെയിലി ടാസ്ക് വിത്തൗട്ട് എനി ഫാറ്റിക്യൂ. ഫാറ്റിക്യൂ എന്ന ക്ഷീണാണ്. പിന്നെ അതിൽ പറഞ്ഞത് എന്തായിരുന്നു, വെൽനെസ്. ദ ടേം വെൽനെസ്, the positive biological and psychological well-being of an individual exemplifies. അതാണ് എന്ത് ടേം വെൽനെസ്. നെക്സ്റ്റ് പറഞ്ഞ കാര്യമാണ് എലമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. സ്ട്രെങ്ത്, കോർഡിനേഷൻ, സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി, എബിലിറ്റി ആൻഡ് എൻഡുറൻസ്. ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞതാണ് ഇന്നെടുത്തത്, ഹൗ ടു ഡെവലപ്പ് ദ എലമെന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. വാക്കിംഗ്, റണ്ണിങ്, സ്ട്രെച്ചിങ്, വെയിറ്റ് ട്രെയിനിങ്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്കാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. HRPF-ഉം SRPF-ഉം CF-ഉം. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ലാസ്റ്റ് വൺ കോസ്മെറ്റിക് ഫിറ്റ്നസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഇത് എക്സാം ഒക്കെ നടത്തണം കേട്ടോ. ചാപ്റ്റർ നമുക്ക് എക്സാം നടത്തണം. എക്സാം നടത്തണ്ടേ? ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ എക്സാം നമുക്ക് നടത്തണം അല്ലേ? എക്സാം നടത്തണ്ടേ? എല്ലാവരും അഭിപ്രായം ഒന്ന് പറയണേ. എക്സാം നമുക്ക് ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണോ അതോ 2 ചാപ്റ്റർ കഴിഞ്ഞിട്ടാണോ എങ്ങനെയാണ് നടത്തേണ്ടത്? എക്സാം വേണം, എന്നാലേ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ
നമ്മൾ അധികം ശ്രദ്ധിക്കൂല അല്ലെ, ഓരോ ചാപ്റ്റർ മതി. ഓക്കെ, ഓരോ ചാപ്റ്റർ വെച്ചിട്ട് നമുക്ക് എക്സാം നടത്താം കേട്ടോ. പിന്നെ എക്സാം നടത്തുമ്പോൾ നിങ്ങളവിടെ നോക്കി എഴുതുന്ന ആ ഒരു അല്ലെ, ആ ഒരു മൈൻഡ് നിങ്ങളെ മനസ്സിലുണ്ടാവും. നോക്കി എഴുതിയാലും നോക്കി എഴുതരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇതിൽ കാണുന്നുള്ള കാര്യം അല്ലെ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കട്ടെ, അത് അതിന്റെ ഇടയിൽ വേണമല്ലോ അല്ലെ. നോക്കി പറയരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മരിയനോടാണ്. വാട്ട് ഈസ് ഹെൽത്ത്? എന്താണ് ഹെൽത്ത്? എന്താണ് ഹെൽത്ത്? പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. ഷോർട്ടായിട്ട് ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പറയാം. Health is a state of being free from disease and illness and having a good quality of life well-being. Oh, very good. ഇനി നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ്. ആതിര, ഫിസിക്കൽ ഫിറ്റ്നസ് എഴുതാൻ സംസാരിക്കാൻ പുറത്താണെങ്കിൽ ടൈപ്പ് ചെയ്യാട്ടോ. അതിന് ടൈപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാണെങ്കിൽ പറയണേ. ആതിരയാണ് വിളിച്ചത്. ആതിര കേട്ടിട്ടില്ലേ? കേൾക്കണില്ലേ ആതിര? അതിന് റെസ്പോൺസ് ചെയ്യണില്ലല്ലോ. എന്നെ ഫർസാന പറ, ഇപ്പൊ ചോദിച്ചതിന്റെ ആൻസർ. ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസ് ക്ഷീണം കൂടാതെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാനും വിനോദ യാത്രകൾക്കും ആവശ്യമായ ലഭിക്കുന്ന ഊർജം നിലനിർത്താനുള്ള കഴിവാണ്. യെസ്, വെരി ഗുഡ്. ലിറ്ററലി മീൻസ് ദ എബിലിറ്റി ടു ക്യാരി ഔട്ട് ഡെയിലി ടാസ്ക് വിതൗട്ട് എനി ഫാറ്റിഗ്. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ടേം വെൽനെസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടേം വെൽനെസ്. വാട്ട് ഈസ് കാൾഡ് ടേം വെൽനെസ് എന്നാണ് ഷബന പറ. വെൽനെസ് എന്താണ്? വെൽനെസ് എന്നുള്ളത് കേട്ടിട്ടില്ലേ? പോയോ ഷബന? ക്ലാസ്സിന് കയറി വീട്ടിലല്ല, എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന് കയറി എന്നുള്ളൂ, വീട്ടിലല്ല, എനിക്ക് വേറെ. ഓക്കെ ഓക്കെ ആതിര. മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ല. ഡിഗ്രി ചെയ്യുന്നുണ്ടതാണോ ആതിര പറഞ്ഞ? ഓക്കെ ഓക്കെ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് പഠിക്കുകയാണ് അല്ലെ. ഓക്കെ, മൈക്ക് ഓൺ ആക്കാൻ പറ്റണില്ല. എന്നാ ടൈപ്പ് ചെയ്ത് അയച്ച ഷെബിന, ടൈപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്താണ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതായത് കണ്ടന്റ് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി അല്ലെ. എന്നാൽ എഴുതുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ കൂടെ കാണുമ്പോൾ അത് അവർക്കൊന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ഓക്കെ. ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീങ് അല്ലെ. നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസും ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അപ്പൊ നമുക്ക് എക്സാമിന്റെ ടൈമിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. കുറെ ടൈം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വായിച്ച് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ. എക്സാംപ്ലിഫൈസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് എലമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് പറയേണ്ടത്. അലീഫ, എലമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസിലെ സ്ട്രെങ്ത് പറ. സ്ട്രെങ്ത്. സ്ട്രെങ്ത്. തഷ്രീഫ് അല്ലതിയില്, തഷ്രീഫ് കയറിയിട്ടില്ല. കൊച്ചാപ്പ മരിച്ചു. ആണോ? ശരി. ഓക്കെ ഓക്കെ. ഞാനിപ്പോ ചോദിച്ചത് ആരോടായിരുന്നു? അലീഫ. അലീഫ ഇവിടെ പുറത്താണോ?
പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പുറത്താണ് ആൻസർ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം കേട്ടോ, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ. ആ സുഹൈല പറ. സുഹൈല. ഞാൻ Strength is the ability of muscles to exert force. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ അലീഫ, കുഴപ്പമില്ല. ഇവര് ആൻസർ പറയണത് കേട്ടാലും മതി, നമുക്ക് കേട്ടാലും മനസ്സിലാക്കാമല്ലോ. ഇനി ഫായിസയാണ് കേട്ടോ നെക്സ്റ്റ്. കോഓർഡിനേഷൻ. എന്താണ് കോഓർഡിനേഷൻ എന്ന് പറഞ്ഞാല്? കോഓർഡിനേഷൻ To use the senses together with the body parts in performing motor skills smoothly. മോട്ടോർ ടാസ്ക് സ്മൂത്ത്ലി. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് സ്പീഡാണ്. ആമിന പറയാൻ പറ്റുമോ? ഓക്കെ. റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ നമ്മള് ബ്ലർ ആയിട്ട് കേൾക്കാലോ. ഒക്കെ കുഴപ്പമില്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഫൈസൻ പറഞ്ഞത്. ഓക്കെ, സ്പീഡ് ആമിന പറയാൻ പറ്റുമോ? പുറത്താണോ? പുറത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ആളെ വിളിക്കണം. സ്ട്രെങ്ത് ഈസ് എബിലിറ്റി ഓഫ് മസിൽ. ഓക്കെ അലീഫ, വെരി ഗുഡ്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ ചോദിച്ചത് ആരോടായിരുന്നു? ആമിനക്ക് ബുദ്ധിമുട്ടാണോ പറയാന്? ജസീന. നെക്സ്റ്റ് ജസീന പറഞ്ഞാല് എന്താണ് സ്പീഡ്? വാട്ട് ഈസ് സ്പീഡ്? ജസീന ലീവ് ആകുന്നുണ്ട്. എന്തേ പറ്റി ഹസീന? ടൈപ്പ് ചെയ്ത് അയച്ചോളൂ കേട്ടോ. എവിടെയും പോകാനുണ്ടോ? ശനിയാഴ്ച ആയതുകൊണ്ട് കല്യാണങ്ങളൊക്കെ ഉണ്ടോ? ബസ്സിലാണോ? ഓക്കെ, ബസ്സിലാണോ? ബസ്സിന്നൊക്കെയാണ് ക്ലാസ് കേൾക്കണേ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. എന്നാലും ക്ലാസ് കേട്ടല്ലോ, സന്തോഷം. ഓക്കെ, ചിലപ്പോ നമ്മള് ബസ്സിലാകുമ്പോ അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരില്ലേ. അപ്പൊ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് എടുക്കലുണ്ട് 7 to 8. അതായത് ചില സമയം ഇപ്പൊ 7 to 8 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ടൈമിലേക്ക് ഞങ്ങൾ ഇവിടെ എവിടെയും പോയിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോൾ ബസ്സിലായിരിക്കും ഞാനുണ്ട്. അപ്പൊ ഞാൻ ബസ്സിന് ഇടയ്ക്ക് ക്ലാസ് എടുക്കലുണ്ട്. എനിക്കിത് പറഞ്ഞപ്പോ അത് ഓർമ്മ വന്നു. ഓണാക്കിയിട്ട് ജസ്റ്റ് കുട്ടികൾക്ക് എഴുതാൻ കൊടുക്കും. ചെറിയ മക്കളല്ല, അപ്പൊ അവർക്ക് എഴുതാൻ കൊടുക്കും. എന്താണ് ഇപ്പോൾ ജോയിൻ ആയതാണ് മിസ്, അതാണോ ജസീന പറഞ്ഞത്? ഓക്കെ. അപ്പൊ സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി, എബിലിറ്റി, എൻഡ്യൂറൻസ്, ഇതാരോ ഒന്ന് പറയാ, ഇങ്ങനെ ഒന്ന് കൈ പൊന്തിച്ചിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഓരോരുത്തരെ വിളിക്കണ്ടല്ലോ, കാരണം ആരൊക്കെ എന്തൊക്കെയാ പുറത്തൊക്കെ ആയതുകൊണ്ട് നമ്മൾ ടൈം കളയണ്ട വിചാരിച്ചിട്ടാട്ടോ. കേക്കുണ്ടോ? പറഞ്ഞോളൂ, പേര് പറയാട്ടോ. ആരായിരുന്നു? എന്റെ പേര് മൂസിന. മൂസിന. നമ്മൾ ലീഡർ ആണോ? അല്ല, വേറെ മൂസിന. 2 മൂസിനകൾ, 2 മൂസിനുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. സ്പീഡ് ചെറിയ സമയത്തിനുള്ളില് നമുക്ക് ഒരു കാര്യം, ചലനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു വേഗത നടത്താനുള്ള ഒരു കഴിവാണ് സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലെക്സിബിലിറ്റി പറഞ്ഞാല് നമ്മുടെ സന്ധികള്, ജോയിന്റ്സിനൊക്കെ ഒരു വഴക്കം ഉണ്ടാവും. ഒരു എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വഴക്കം വന്നാല് ആ ലഭ്യമായൊരു പരിധിയാണത്. കറക്റ്റ്, വെരി ഗുഡ്. നെക്സ്റ്റ്. പിന്നെ ഏതാ പറയണ്ടേ? എബിലിറ്റി, എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാല് എടുത്തതാണല്ലേ? സ്പീഡും ആക്യുറസിയും ഒക്കെ റാപ്പിഡ്ലി ചേഞ്ച് ആയിട്ട് ആ എൻറ്റയർ ബോഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഓക്കെ. പിന്നെ അടുത്തത് എൻഡ്യൂറൻസോ?
അത് എബിലിറ്റി ഓഫ് മസിൽസ് ടു കണ്ടിന്യൂ പെർഫോം വിത്തൗട്ട് ഫാറ്റിഗ്യൂ. ക്ഷീണം കൂടാതെ മസിൽസിനെ ചെയ്യുന്നതാണോ? ക്ഷീണം കൂടാതെ ജോലി ചെയ്യാനുള്ള ഒരു ക്ഷീണവും ഇല്ലാതെ കഴിവ് അല്ലെ? അതായത് നമുക്ക് ക്ഷീണമില്ലാതെ ചെയ്യാനുള്ള കഴിവ്, എല്ലാം പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ്, അതാണ് കേട്ടോ. ഓക്കെ, ഇത് ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് സ്റ്റുഡൻസ് ആൻസർ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം നമ്മള് മനസ്സിലായത് കൊണ്ടാണല്ലോ നമ്മള് ആൻസർ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ എക്സാം എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ നടത്തണം എന്നുള്ള നമുക്ക് ഗ്രൂപ്പിലൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യട്ടെ. നമ്മളൊന്ന് പറയേണ്ടി ഏത് ഡേ ആണ് വേണ്ടത് എന്നുള്ളത്. കാരണം നമ്മളിപ്പോ 2 വീക്കിലി ഓരോ ഡേ ആണല്ലോ ഓരോ ക്ലാസ്സുകളുള്ളത്. നിങ്ങൾ പറയേണ്ടി ഏത് ടൈമാണ് നടത്തേണ്ടത് എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. മോണ്ടിസോറി ഇൻസ്പയർഡ് ഹൈജീൻ ആക്ടിവിറ്റീസ് ആൻഡ് റിസോഴ്സസ് അല്ലെ, അതാണ് എന്ത് സെക്കൻഡ് ചാപ്റ്റർ അല്ലെ. ഈ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അതായത് ഇതിൽ മൊത്തത്തിൽ ഹെൽത്ത് ആയിരിക്കും വരിക അല്ലെ. ഇതിൽ ഈ ടീച്ചിങ് ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരില്ല, ഫുൾ ഹെൽത്ത് ആയിരിക്കും വരിക. നോക്കാം. ഹെൽത്ത് ഈസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. ഓൾ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്, ഫിസിക്കൽ, സോഷ്യൽ, cognitive, affective, psychomotor, language, etc. are influenced by his health condition. Aristotle's maxim, sound mind in a sound body, is a universally accepted idea. ഇതിലും വന്നത് എന്തെന്നെയാണ്? ഹെൽത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് മൊത്തത്തിൽ എന്താണ് വരുന്നത്? ഹെൽത്ത് തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ മോണ്ടിസോറി ഇൻസ്പയർഡ് ഹൈജീൻ ആക്ടിവിറ്റീസ് ആൻഡ് റിസോഴ്സസ് ആണ്. മോണ്ടിസോറി എന്ത് ചെയ്യണ? പ്രചോദനം നൽകണ കുറച്ച് എന്താണ്? ഹൈജീൻ, അതായത് വൃത്തിയുടെ പ്രവർത്തനങ്ങളും, റിസോഴ്സസ് എന്നാൽ എന്താ? വിഭവങ്ങളും. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മോണ്ടിസോറി എന്താണ്? പ്രചോദനം നൽകുന്ന കുറച്ച് വൃത്തിയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എന്താണ്? വിഭവങ്ങളുമാണ് ഇതിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഹെൽത്ത് ഈസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏകദേശം ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ മൈൻഡിൽ നിൽക്കണില്ലേ? മൊത്തത്തിലല്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇപ്പൊ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ആൻസർ അല്ലെ. ആ ഒരു ചാപ്റ്ററിന്റെ ഒരു ചെറിയൊരു സമ്മറി നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഫുള്ളായിട്ട് അല്ലെങ്കിലും നമ്മൾ അതിനെ കുറിച്ചിട്ട് നമ്മൾക്ക് ആ ഒരു സമ്മറി നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണേ. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? കുട്ടിയുടെ, അതായത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതായത് കുട്ടിയുടെ വികസനത്തിന് എന്താവശ്യമാണ്? ആരോഗ്യം അല്ലെ. കുട്ടിയുടെ വികാസത്തിന് ആരോഗ്യം എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് അത്യാവശ്യമായിട്ടുള്ള എന്താണ്? ഒരു അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറഞ്ഞാല്. കുട്ടിയുടെ വികാസത്തിന് ആരോഗ്യം എന്ന് പറഞ്ഞത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ്. എന്തൊക്കെയാണുള്ളത് നോക്കാം. ഓൾ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്, അതായത് കുട്ടിയുടെ എല്ലാ തരം വികാസങ്ങളും. ഓൾ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ഏതൊക്കെയാ നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഫിസിക്കൽ അല്ലെ, ശാരീരികമായിട്ട്. സോഷ്യല്, സാമൂഹികമായിട്ട്. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈജ്ഞാനികമായിട്ട്. അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഫക്റ്റീവ് ചെയ്യാറിനാല് നമ്മള് അഫക്റ്റീവ് ചെയ്യാന്ന് പറയൂലേ. അതായത് കൊഗ്നിറ്റീവ് എന്നാൽ വൈജ്ഞാനികം, അഫക്റ്റീവ് എന്നാൽ വൈകാരികമായിട്ട്. സൈക്കോമോട്ടോർ എന്നാൽ എന്താണ്? സൈക്കോമോട്ടോർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ സൈക്കോമോട്ടോർ പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ സൈക്കോമോട്ടോർ എന്ന് പറഞ്ഞാല്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞിനി മോട്ടോർ സ്കിൽസുകള്, എബിലിറ്റീസുകൾ പറഞ്ഞിരുന്നോ? അപ്പൊ ഈ സൈക്കോമോട്ടോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ്? നെർവസ് സിസ്റ്റമായിട്ട് കണക്ട് ആയിട്ടുള്ള. യെസ് അല്ലെ. നമ്മളെ നെർവസ്, നമ്മൾ ഞരമ്പുകളും അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്താണ്? സൈക്കോമോട്ടോർ അല്ലെ. അത് പല രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാൻ പറ്റും. ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെൽത്ത് കണ്ടീഷൻ. എന്തൊക്കെയാ നോക്കാം. ഓൾ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ്, എന്തൊക്കെയാ ടൈപ്സ് ഓഫ് അതായത് വികാസങ്ങളാണ് നോക്കാം. കുട്ടികളിൽ കാണാൻ പറ്റുന്ന ഓൾ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ചൈൽഡിൽ കാണാൻ പറ്റുന്ന കേട്ടോ. ഫിസിക്കല്, സോഷ്യല്, കൊഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ, ലാംഗ്വേജ് അല്ലെ. ഇതൊക്കെ എവിടെ കാണാൻ പറ്റും?
കുട്ടിയുടെ എല്ലാ തരം വികാസങ്ങളിലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലെ? ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടും കോഗ്നിറ്റീവായിട്ടും അഫക്റ്റീവായിട്ടും സൈക്കോ മോട്ടോറായിട്ടും ലാംഗ്വേജ് ആയിട്ടും ഒക്കെ ഇവരെ എന്താണ് കുട്ടികളുടെ വികാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്നതാണ്. എന്താണ് കാണാൻ പറ്റുന്നത്? ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെൽത്ത് കണ്ടീഷൻ. അവരുടെ ഹെൽത്തിനെ, ആരോഗ്യത്തെ സ്വാധീനിക്കുന്നവയാണ് ഇതെല്ലാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അരിസ്റ്റോട്ടിൽസ് മാക്സിം സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഇസ് എ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഐഡിയ. അതായത് അരിസ്റ്റോട്ടിലിന്റെ എന്താണ് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ്, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ്. ഇങ്ങനെ ഈ പ്ലക്കാർഡൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ പിടിച്ചു പോകും പ്ലക്കാർഡുകൾ, അതില് ഇങ്ങനെ ഉണ്ടാവലുണ്ട്. സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സിലെ ഹെൽത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സ്കൂളുകളിൽ എന്താണ് ഈ പ്ലക്കാർഡുകളിലൊക്കെ സ്റ്റുഡൻസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. റോഡിലൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ അവര് പ്ലക്കാർഡ് വെച്ച് പോകണത് അല്ലെ? ഇതെന്താണ്? നമ്മളെ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒരു ആശയമാണ്. അതാണ് ഇവിടെ പറഞ്ഞത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഐഡിയ. ഈ ഒരു ആശയം നമ്മളെ മൊത്തത്തില് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആശയമാണ് ഈ അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഈ കാര്യം, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹെൽത്ത് കനോട്ട് ബി ഡിഫൈൻഡ് ഇൻ 1 or 2 sentences. According to experts, health is not a condition in which an individual is free from any disease. Here comes the role of health education. Health education is nothing but another name of hygiene. Important ആണ്. The word hygiene has been derived from the Greek word hygia. അത് important ആണ് ട്ടോ. The name of Greek goddess of healing, and it means health. The knowledge on health and hygiene helps the children to acquire and maintain good health and hygiene habits by themselves as well as the society. അതായത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഹെൽത്ത് കനോട്ട് ബി ഡിഫൈൻഡ് ഇൻ 1 or 2 sentences. ആരോഗ്യത്തെ 1 or 2 വാക്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് പറഞ്ഞിട്ട് അത് കളയാൻ പറ്റൂല. ആരോഗ്യത്തെ നമ്മൾ 1 or 2 വാക്യങ്ങളാണ് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. എന്താണ് പറഞ്ഞത്? അക്കോർഡിംഗ് ടു എക്സ്പേർട്സ്, health is not a condition in which an individual is free from any disease. എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യം എന്നത് ഒരു വ്യക്തി രോഗത്തിന് എന്തെങ്കിലും ഒരു പനി എന്തെങ്കിലും ഒരു രോഗം ഉണ്ടാവുമെന്ന് വിചാരിക്കുക, അതിൽ നിന്നാണ്ട് മോചനം നേടുക എന്നതല്ല ആരോഗ്യം. ആണോ? ഒരു അസുഖം വന്നിട്ട് അതിൽ നിന്ന് പനി മാറി നമ്മൾ സുഖമായി, അതായത് അതിൽ നിന്ന് മോചനം നേടുക എന്ന് പറഞ്ഞത് അല്ല ആരോഗ്യം. അതാണ്, പക്ഷെ അത് മാത്രമല്ല ആരോഗ്യം എന്ന് പറഞ്ഞത്. എന്താ നമുക്ക് നോക്കാം. ഹിയർ കംസ് ദ റോൾ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താ പറഞ്ഞത്? ആരോഗ്യത്തിന് വിദ്യാഭ്യാസത്തിലും കൂടെ പങ്കുവരുന്നുണ്ട് അല്ലെ? നമ്മളെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിന് വരുന്നുണ്ട്? പങ്കുവരുന്നുണ്ട്. നമ്മളെ രോഗം മാത്രല്ല, അതായത് ആരോഗ്യം എന്നാൽ ഒരു വ്യക്തിയുടെ രോഗത്തിൽ നിന്ന് ഇങ്ങനെ അതായത് രോഗത്തിൽ നിന്ന് നമ്മള് രോഗമില്ലാതെ രോഗത്തിൽ നിന്ന് മുക്തനാകുക എന്നുള്ള അവസ്ഥ മാത്രമല്ല, ആരോഗ്യം എന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന പങ്കാണ്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു പ്രധാന റോളാണ്. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. നമുക്ക് നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് നത്തിങ് ബട്ട് അനദർ നെയിം ഓഫ് ഹൈജീൻ. ആരോഗ്യ വിദ്യാഭ്യാസം എന്നത് ശുചിത്വത്തിന്റെ മറ്റൊരു പേരാണ്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അനദർ നെയിമാണ് ഹൈജീൻ എന്ന് പറഞ്ഞത്. മനസ്സിലാക്കണേ. അതായത് ആരോഗ്യ വിദ്യാഭ്യാസം എന്നത് ശുചിത്വത്തിന്റെ മറ്റൊരു പേരാണ്. എന്താണ് ഈ ഹൈജീൻ? ഹൈജീൻ എന്ന് പറഞ്ഞാൽ ശുചിത്വം തന്നെയാണ്, പക്ഷെ ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ അനദർ നെയിമാണ് ഹൈജീൻ. ഇനി നമുക്ക് നോക്കാം. ദ വേർഡ് ഹൈജീൻ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഹൈജിയ, ദ നെയിം ഓഫ് ഗ്രീക്ക് ഗോഡസ് ഓഫ് ഹീലിംഗ്, ആൻഡ് ഇറ്റ് മീൻസ് ഹെൽത്ത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ശുചിത്വം, അതായത് ഹൈജീൻ എന്നതൊരു ഗ്രീക്ക് പദം അല്ലെ?
ഒരു ഗ്രീക്ക് പദമാണ് ഹൈജിയ. ആ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അത് എന്തുണ്ടായത്, ഉത്ഭവിച്ചത് അല്ലെ. അതിന്റെ അർത്ഥം ആരോഗ്യം എന്നാണ്. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അതായത് ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയത്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അനദർ നെയിം, ഒരു ചെയിൻ ആയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അനദർ നെയിം ആണ് ഹൈജീന്. ഹൈജീനെ നമ്മൾ ഗ്രീക്ക് വേർഡിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഹൈജിയ. ഓക്കെ, അതില് ആ ഗ്രീക്ക്, അതായത് ഹൈജീനെ നമ്മൾ എന്താണ് പറയുന്നത്, ഹെൽത്ത്, ആരോഗ്യം അല്ലെ. ദ ഗോഡസ് ഓഫ് ഹീലിംഗ് ആൻഡ് ഇറ്റ് മീൻസ് ഹെൽത്ത്. ഹൈജിയ എന്ന ഗ്രീക്ക് പദത്തിലാണ് അത് എന്ത് ചെയ്തത്, അത് നമ്മൾ പറയില്ലേ ഉറവെടുത്തത് എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ആരോഗ്യം തന്നെയാണ്. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, ഹെൽത്ത് എഡ്യൂക്കേഷൻ, നെക്സ്റ്റ് ഹൈജീന്, പിന്നെ നമ്മൾ ഹൈജീൻ എന്താക്കി മാറ്റി, ഹൈജിയ എന്നാക്കി. പിന്നെ ആ ഗ്രീക്ക് വേർഡ് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഹെൽത്ത് തന്നെ ലാസ്റ്റ് ആ മീനിങ്ങിലേക്ക് തന്നെ വന്നു. ആ ഒരു ചെയിൻ ആക്കി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ നോളജ് ഓൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഹെൽപ്സ് ദ ചിൽഡ്രൻ ടു അക്വയർ ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് health and hygiene habits by themselves as well as the society. എന്ന് പറഞ്ഞാൽ എന്താണ്, ആരോഗ്യത്തെയും ശുചിത്വത്തെയും കുറിച്ചിട്ടുള്ള അറിവ് കുട്ടികളെ എന്താ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ വിട്ട് വന്നാല് നമ്മൾ കുട്ടികളോട് എന്താ പറയാ, ഒരു കയറിയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് പറയും, നമ്മുടെ മക്കളോട് എന്ത് പറയും, മേലൊക്കെ കേകുക എന്നിട്ട് ചായ കുടിക്കാന്ന് പറയും അല്ലെ. അത് നമ്മളെ ഹെൽത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് അതുകൊണ്ടാണ് നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തമാകുക എന്ന് മാത്രമല്ല, ഹെൽത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ വിദ്യാഭ്യാസത്തില് ഒരു പ്രധാന പങ്ക് ഹെൽത്തിന് ഉണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് ആരോഗ്യത്തിനെ കുറിച്ചിട്ടും വൃത്തിനെ കുറിച്ചിട്ടും കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോഴേ അവർക്ക് എന്തുണ്ടാവുള്ളൂ, സ്വയം അറിവ് വെക്കുള്ളൂ. അതുപോലെ നല്ല ആരോഗ്യവും ശുചിത്വ ശീലങ്ങളും നേടാൻ അവരെ സഹായിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒരു നേരെ വന്ന് അവരങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ. എല്ലാ കുട്ടികളും നമ്മൾ എന്ത് ചെയ്യും, സ്കൂൾ വിട്ട് വന്നിട്ട് മേലൊക്കെ കഴുകിയിട്ട് തന്നെയാണ് അല്ലെ നമ്മൾ വൈകുന്നേരത്തെ ആ ചായ കുടിക്കാൻ അവർ വരിക അല്ലെ. നമ്മൾ അങ്ങനെ പറയാതിരുന്നാല് ഒരു അല്ലെ, നമ്മൾ അറിയാം സ്കൂൾ രാവിലെ പോയി ഈവനിങ് ആണ് വരുന്നത്, കൈ കാലൊന്നും കഴുകിയിട്ടില്ലെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് വരും, ഹെൽത്ത് ഇഷ്യൂസ് വരും അല്ലെ. ഇപ്പൊക്കെ പ്രത്യേകിച്ചാണ് അസുഖങ്ങൾ, മഴക്കാലൊക്കെയാണ്. അപ്പൊ നമ്മള് കുട്ടികളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ആരോഗ്യത്തെയും ശുചിത്വത്തെയും കുറിച്ചുള്ള അറിവ് എന്ത് ചെയ്യണം, കുട്ടികളെ സ്വയം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് സ്വയം തന്നെ അവരെന്ത് ചെയ്യും, നല്ല ആരോഗ്യവും ശുചിത്വ ശീലങ്ങളും അവർക്ക് നേടാനും നിലനിർത്താനും കഴിയും. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഈ ഒരൊറ്റ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. അതിൽ എല്ലാ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റും ഉണ്ട്. ഫിസിക്കൽ ഉണ്ട്, സോഷ്യലി കോഗ്നിറ്റീവ് ഉണ്ട്, അഫക്റ്റീവ് ഉണ്ട്, സൈക്കോമോട്ടോർ ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. അതുപോലെ ഹൈജീൻ അല്ലെ, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അനദർ നെയിം ആണ് ഹൈജീൻ എന്ന് പറഞ്ഞു. ഈ ഹൈജീനെ ഗ്രീക്ക് വേർഡ് ആണെന്ന് പറഞ്ഞു, അത് ഹൈജിയാണ്. ആ ഹൈജിയനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗോഡസ് ഓഫ് ഹീലിംഗ് ആൻഡ് ഇറ്റ് മീൻസ് ഹെൽത്ത്. ഹെൽത്ത് തന്നെയാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് ഇത്രയും എടുത്ത ഈ ഒരു ടോപ്പിക് മനസ്സിലായോ ഇല്ലയോ ഒന്ന് ടൈപ്പ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ഒന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനും കൂടെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റും കൂടെ എടുക്കാം. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ വ്യാപ്തി. അതാണ് നമ്മൾ നെക്സ്റ്റ്. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ വ്യാപ്തിയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന് നോക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് സബ്ജക്ട്സ്. ഏതൊക്കെയാണ്, ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ കുറച്ച് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സബ്ജക്റ്റുകൾ, കുറച്ച് വിഷയങ്ങളും. First one, the knowledge about food items and their contribution of the proper growth and development of the human body. അല്ലെ, എന്താ പറഞ്ഞത്, knowledge about food items and their contribution of the proper growth and development of the human body. അതായത് ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചിട്ടുള്ള അറിവ് അല്ലെ, ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചിട്ടുള്ള അറിവും അതുപോലെ എന്താ പറഞ്ഞത്, മനുഷ്യ ശരീരത്തിന്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്കും വികാസത്തിനും നൽകുന്ന ഒരു സംഭാവന. അതായത് ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചിട്ടുള്ള അറിവ്. നമ്മളിവിടെ പറഞ്ഞു ഫുഡ് ഐറ്റംസ് അല്ലെ, ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചിട്ടുള്ള അറിവ്, നോളജ്, അറിവ്. അതുപോലെ എന്താണ്, പ്രോപ്പർ ഗ്രോത്ത്, കോൺട്രിബ്യൂഷൻ ഓഫ് ദ പ്രോപ്പർ ഗ്രോത്ത്, ശരിയായ വളർച്ചയും വികാസവും. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അറിവാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഫസ്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് പറയുന്നത് കേട്ടോ.
ഫുഡ് ഐറ്റംസിനെ കുറിച്ചിട്ടുള്ള അറിവും മനുഷ്യ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കുള്ള വികാസവും. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. അതാണ് ഫസ്റ്റ് ആരോഗ്യ വിദ്യാഭ്യാസത്തിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നോക്കാം. സിഗ്നിഫിക്കേഷൻ ഓഫ് പ്യൂർ ആൻഡ് ക്ലീൻ വാട്ടർ, ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സസൈസ്, റീക്രിയേഷൻ ആൻഡ് സൗണ്ട് സ്ലീപ്പ്. അല്ലെ സെക്കൻഡ് വൺ എന്താണ്? ശുദ്ധമായിട്ടുള്ള വെള്ളം, അല്ലെ പ്യൂർ ആൻഡ് ക്ലീൻ വാട്ടർ, അതായത് ശുദ്ധമായിട്ടുള്ള വെള്ളം, ഫ്രഷ് എയർ ആണ് അതായത് ശുദ്ധവായു, ശരിയായിട്ടുള്ള അതായത് പ്രോപ്പർ റെസ്റ്റ്, ശരിയായിട്ടുള്ള വിശ്രമം, ഫിസിക്കൽ എക്സസൈസ്, ശാരീരിക വ്യായാമം, റീക്രിയേഷൻ ആൻഡ് സൗണ്ട് സ്ലീപ്പ്, അല്ലെ നമുക്ക് വിനോദം, അതായത് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാ ഉറങ്ങാൻ പറ്റുക. ഇതിനൊക്കെയുള്ള എന്താണ് ഒരു സൂചന, ഒരു സിഗ്നിഫിക്കൻസ്. അതാണ് എന്ത് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സെക്കൻഡ് പോയിന്റ്. ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം, വേണ്ടേ? ശുദ്ധവായു വേണം. ഇന്ന് നമ്മളിപ്പോ ഒരു റൂമില് നന്നായിട്ട് അടച്ചിട്ട് കിടക്കുകയാണ് എന്ന് വിചാരിക്കുക, അപ്പോൾ നമുക്ക് എന്ത് വരാം? ആരോഗ്യ പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് വരാം. പക്ഷെ നമ്മളൊരു റൂമാണ്, നമ്മൾ മോർണിംഗ് ആയ നമ്മൾ ജനാലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാറ്റും വെളിച്ചൊക്കെ ഒന്ന് തട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല, വേണ്ട? നമ്മളിങ്ങനെ റൂമിൽ അടച്ചിട്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഡോറൊക്കെ ഒന്ന് മോർണിംഗിൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യും, ഈവനിങ് ആകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും. എന്തുകൊണ്ടാണ്? കൊതുക് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡോറൊക്കെ നമ്മളൊന്ന് ക്ലോസ് ചെയ്യും, അല്ലെ? അപ്പൊ അതാണ് പറഞ്ഞത് കേട്ടോ. എന്താണ്? ശുദ്ധമായിട്ടുള്ള വെള്ളം, ശുദ്ധവായു, ശരിയായിട്ടുള്ള വിശ്രമം, ശരിയായ വ്യായാമം, വിനോദം, സുഖമായിട്ടുള്ള ഉറക്കം. ഇതൊക്കെയാണ് എന്ത് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് വൺ. Bad habit like smoking, drinking and taking drugs and their evil effects on health includes physical and mental damage caused to the individual as well as the society. ഒന്നും കൂടെ വായിച്ചതാ. Bad habit like smoking, അതായത് നമുക്കറിയാൻ പറ്റും സ്മോക്കിംഗ് എന്താ, അല്ലെ? ഡ്രിങ്കിങ് ആൻഡ് ടേക്കിംഗ് ഡ്രഗ്സ് and their evil effects on health includes physical and mental damage caused to the individual as well as the society. അല്ലെ? പുകവലി അറിയാലോ, പുകവലി ബാഡ് ഹാബിറ്റ് ആണ്. മദ്യപാനം, മയക്കുമരുന്ന്, ഇതിന്റെയൊക്കെ ഉപയോഗങ്ങള്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്, അല്ലെ? ആരോഗ്യത്തിനെ ബാധിച്ചാലും ഇത് ആൾക്കാർ കഴിക്കുന്നുണ്ട്, അല്ലെ? മദ്യപാനം, പുകവലി, മയക്കുമരുന്നിന്റെ ഉപയോഗം, ഇങ്ങനത്തെ ദുശീലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ആരോഗ്യത്തിന് ദോഷഫലങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലെ? ഓരോ വ്യക്തിക്കും, അതായത് വ്യക്തിക്ക് മാത്രമല്ല അവിടെ ഉണ്ടാവുക. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡാമേജ് കോസ്റ്റ് ടു ദ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ദ സൊസൈറ്റി, അല്ലെ? നമ്മൾ ഇത് കഴിക്കുന്ന ഒരാൾക്ക് മാത്രല്ലേ ഇതുണ്ടാവുക, ഇതെന്താണ് സമൂഹത്തിന് ഉണ്ടാവും, അല്ലെ? സമൂഹത്തിന് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നാശനഷ്ടങ്ങൾ വരാൻ നമുക്കറിയാൻ പറ്റും. എന്താണ്? മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട്, അല്ലെ? നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ വീട്ടില് തലക്കടിക്കലും മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അവരറിയണില്ല, നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെയാണ് അടിക്കണത് എന്നൊന്നും ഇവരറിയുന്നില്ല. അപ്പൊ നമ്മളെ സൊസൈറ്റിയിലും എന്താണ് അത് പ്രശ്നമാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, പുക വലിക്കുന്ന ആളടുത്ത് നിന്നിട്ട് നമ്മൾ നിന്നാൽ ഈ പുക വലിക്കുന്ന ആൾക്ക് കേടാണ്, ഓൾറെഡി ഓൾക്ക് കേടാണ്. ആ സ്മെല്ല് നമ്മൾ സ്മെല്ല് ചെയ്താൽ നമുക്കും കേടാണ്. അതുകൊണ്ടാണ് സൊസൈറ്റിയിലും നാശനഷ്ടങ്ങൾ വരുത്തുന്നതെന്ന് പറഞ്ഞേട്ടോ. നെക്സ്റ്റ് ഫോർത്ത് വൺ. കോസ് ഓഫ് വേരിയസ് ailments ആൻഡ് മീൻസ് ഓഫ് their പ്രിവെൻഷൻ. എന്താണ്? വിവിധ രോഗങ്ങളുടെ കാരണം, അതായത് നമ്മൾ പല രോഗങ്ങളും ഉണ്ടാവും, അതൊക്കെ തടയാനുള്ള മാർഗങ്ങൾ, അല്ലെ? ഓരോ രോഗം ഉണ്ടെങ്കിലും അതിനൊക്കെ തടയാനുള്ള എന്ത് മാർഗങ്ങൾ. ഓക്കെ, ഫിഫ്ത്ത് വൺ. മെന്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ, സെക്സ് ഹൈജീൻ എക്സെട്ര. മാനസികാരോഗ്യം, പിന്നെന്താണ്? ഡൊമസ്റ്റിക് ഹൈജീൻ, ഗാർഹികമായിട്ടുള്ള ശുചിത്വം, പിന്നെന്താ? കമ്മ്യൂണിറ്റി ഹൈജീൻ, അതായത് സമൂഹ ശുചിത്വം, സെക്സ് ഹൈജീൻ അറിയാലോ, ലൈംഗിക ശുചിത്വം. ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ഇൻ എമർജൻസി. അടിയന്തര ഘട്ടങ്ങളിൽ എന്താണ് ഫസ്റ്റ് എയ്ഡ് അറിയൂലേ? ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയൂലേ? അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ പ്രഥമ ശുശ്രൂഷക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഫസ്റ്റ് എയ്ഡിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടാവും? അതായത് സ്പോഞ്ച്, അതായത് കുറെ കാര്യങ്ങളുണ്ടാവും. സ്പോഞ്ച് അല്ല, നമ്മൾ ഈ ക്ലോത്തുകളും അതുപോലെ കത്രിക, പിന്നെന്തൊക്കെയാ ഡെറ്റോൾ കണ്ടിട്ടില്ലേ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് പറഞ്ഞ ഓരോ ആംബുലൻസിൽ മാത്രമല്ല ബസ്സിലുകൾക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് പറഞ്ഞാൽ അതിലൊരു ഇതുണ്ടാകും, അതുപോലെ സേഫ് ആയിട്ട് അത് വെക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടോ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം എന്തൊക്കെയാ കാര്യങ്ങൾ.
അതായത് ഫസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസത്തിലെ കുറച്ച് സബ്ജക്റ്റുകളാണ് താഴെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫുഡ് ഐറ്റംസ്, ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചിട്ടുള്ള അറിവും മനുഷ്യ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക് അതിനുള്ള വികാസം, അതായത് ഫുഡ് ഐറ്റംസും മനുഷ്യ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കുള്ള വികാസം, അതാണ് ഫസ്റ്റ് വൺ. അവ നൽകുന്ന സംഭാവന, അതാണ് ഫസ്റ്റ് വൺ കേട്ടോ. അതിൽ സെക്കൻഡ് വൺ ആണ് എന്ത്? ശുദ്ധമായിട്ടുള്ള വെള്ളം, പിന്നെ വിശ്രമം, ശരിയായിട്ടുള്ള വ്യായാമം, വിനോദം, സുഖമായിട്ടുള്ള ഉറക്കം, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിന്റെയൊക്കെ സിഗ്നിഫിക്കൻസ്. തേർഡ് വൺ പുകവലി, മദ്യപാനം, പിന്നെ എന്ത് ചെയ്യുന്നു? മയക്കുമരുന്ന്, ഇതിന്റെ ഉപയോഗങ്ങളും ദുശീലങ്ങളും ഒക്കെ നമ്മൾ ആരോഗ്യത്തെ ബാധിക്കുന്നതും അതുപോലെ സമൂഹത്തിനെ സമൂഹത്തിനും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തുന്നതും. അതിന് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. ഫോർത്ത് വൺ എന്താണ്? വിവിധ തര രോഗങ്ങൾ ഉണ്ടാവും, അതിനെയൊക്കെ തടയാനുള്ള എന്ത് മാർഗങ്ങള്. ഫിഫ്ത്ത് വണ്ണാണ് എന്ത്? മാനസികാരോഗ്യവും ഗാർഹിക ശുചിത്വവും സമൂഹ ശുചിത്വവും ലൈംഗിക ശുചിത്വവും, ഇത്രയും കാര്യങ്ങൾ. സിക്സ്ത് വണ്ണാണ് എന്ത്? ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? എമർജൻസി ടൈപ്പിലാണ് നമ്മളത് ഉപയോഗിക്കല്ലേ. അടിയന്തര ഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യം അല്ലെ, പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യം, അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ ഇത്രയും എത്ര പോയിന്റ്സ് ആണ്? 6 പോയിന്റ്സ് ഉണ്ട്. അതായത് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ എത്ര പോയിന്റ്സ് ഉണ്ട്? 6 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. 6 പോയിന്റ്സ് ഉണ്ട് എന്തില്? സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന് പെട്ടെന്ന് പറയണേ. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ പോയിന്റ്സ് ഒരു 2 or 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു 2 or 3 പോയിന്റ്സ് പഠിക്കാം അല്ലെ. വലിയ ബുദ്ധിമുട്ടുള്ള പോയിന്റ്സ് ഒന്നുമല്ല, പഠിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ പോയിന്റ്സുകളാണ് ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഞാൻ ഈ ഒരു ലാസ്റ്റും കൂടെ വായിക്കാം കേട്ടോ. ലാസ്റ്റ് ഈ ഒരു ഇവിടെ ഒരു ഒറ്റ പോയിന്റ് ഉണ്ട്. ദ നോളജ് അക്വയർഡ് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ സ്കൂൾ ലൈഫ്, പേഴ്സണൽ ലൈഫ് ആൻഡ് കമ്മ്യൂണിറ്റി ലൈഫ്. ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസം, ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന നോളജ്, അറിവ് എന്തൊക്കെയാണ് നമ്മൾ സ്കൂൾ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും പ്രയോഗിക്കാൻ കഴിയും. അതാണ് പറഞ്ഞത് കേട്ടോ. അതായത് ദ നോളജ് അക്വയർഡ് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ സ്കൂൾ ലൈഫ്, പേഴ്സണൽ ലൈഫ് ആൻഡ് കമ്മ്യൂണിറ്റി ലൈഫ്. മനസ്സിലായോ? ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന അറിവ്, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ലഭിക്കുന്ന അറിവ് എന്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? സ്കൂൾ ജീവിതത്തിൽ പറ്റും, നമ്മളെ വ്യക്തി ജീവിതത്തിൽ കഴിയും, അതുപോലെ എന്താണ് സമൂഹ ജീവിതത്തിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഉണ്ടായിട്ടുള്ള നോളജ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, സെക്കൻഡ് ചാപ്റ്ററിൽ എന്തൊക്കെയാ പറഞ്ഞു? ഹെൽത്തിനുള്ള ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റുകൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്മെന്റ്സ് നമ്മൾ ഫിസിക്കൽ, സോഷ്യൽ, കോഗ്നിറ്റീവ് കുറെ അങ്ങനെ അതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ചും കൂടെ കാര്യങ്ങളാണ് ഇവിടെ അഫക്റ്റീവ്, സൈക്കോമോട്ടോർ ഒക്കെ പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഹൈജീൻ പറഞ്ഞു, ഹൈജിയ, അതുപോലെ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് എടുത്തത്. ഇതിന്റെ നോട്ട്സ് ഞാൻ വിട്ടു തരണ്ട്. അതുപോലെ എലമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടല്ലോ, അത് ആ ബ്രാക്കറ്റില്, അതായത് ആ ബോക്സിലുള്ളത് അതുപോലെ തന്നെ എഴുതിയെടുക്കുക. അത് നെക്സ്റ്റ് ഹൗ ടു ഡെവലപ്പ് ദ എലമെന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, അതും ആ ബോക്സിലുള്ളത് അതുപോലെ എഴുതിയെടുക്കുക. നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഇത് കണ്ടല്ലോ, അതും അതുപോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. കാരണം ഇതിൽ അധികം നമ്മൾ ഷോർട്ട് അങ്ങനെ ഒന്നും ആക്കാനില്ല. വാട്ട് ഈസ് അത് ഇത് അങ്ങനെ ആക്കാനില്ല അല്ലെ. ഇതിന്റെ മീനിങ് വേണമെങ്കിൽ ഞാൻ അതിന്റെ ഇതിൽ അങ്ങനെ വിട്ടു തരണ്ട കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയെടുത്താൽ മതി കേട്ടോ. സിമ്പിൾ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത സിമ്പിൾ ആണ്. ഇതിന്റെ നോട്ട്സ് ഞാൻ, അതായത് ഇതിന്റെ ഞാൻ വിട്ടുതരാം. മോണ്ടിസോറി ഇൻസ്പയർഡ് ഹൈജീൻ ആക്ടിവിറ്റീസ് ആൻഡ് റിസോഴ്സസ്, ആ ഒരു ഒറ്റ പാരഗ്രാഫിലുള്ളത് കേട്ടോ. കാരണം അത് അതിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ ഞാൻ ഫുള്ള് വിട്ടു തരും കേട്ടോ. പിന്നെ ഇതിൽ നോക്കി എഴുതാനുണ്ടല്ലോ, ഇതൊക്കെ ഇതുപോലെ തന്നെ എഴുതാനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ മലയാളം എഴുതുന്നവരുണ്ടാവും അല്ലെ. ശരിയാണ്. അപ്പൊ ഞാൻ വിട്ടുതരാം എന്തായാലും. കാരണം ഇതിൽ മലയാളം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഇംഗ്ലീഷ് എഴുതുന്നവർ മാത്രമാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ വിട്ടുതരാം എന്തായാലും കേട്ടോ. എടുത്തത് ഫുള്ള് വിട്ടുതരാം. നിങ്ങൾ മലയാളത്തിലും എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ മലയാളത്തിലും മലയാളത്തിൽ എക്സാം എഴുതുന്നുണ്ടാവും അല്ലെ. ഇതില് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന 2 ടീമും ഇല്ലേ? ഒന്ന് പറയണേ. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന ആൾക്കാരില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിത് കംപ്ലീറ്റ് വിട്ടുതരാം കേട്ടോ. കാരണം മലയാളത്തിൽ എഴുതുന്നവർക്ക് പിന്നെ ഇത് ബുദ്ധിമുട്ടാവും ഞാൻ അങ്ങനെ വിട്ടാല്. അപ്പൊ അങ്ങനെ വിട്ടുതരാം.
ഞാൻ വിട്ട് തന്നിട്ട് എഴുതിയാൽ മതി കേട്ടോ. എന്നതിൽ നോക്കിയിട്ട് ബോക്സ് വരച്ച് എഴുതണ്ട, ഞാൻ വിട്ട് തന്നിട്ട് എഴുതിയാൽ മതി. കാരണം മലയാളം ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മലയാളം പറ്റൂല. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംഗ്ലീഷ് മാത്രമേ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പാടുള്ളൂ അല്ലെ? കുഴപ്പമില്ല, ഓരോ അക്കാദമികളിലും ഓരോ രീതി ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഇത്രയാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്ന് പെട്ടെന്ന് പറയണേ. ഇന്ന് ഇവിടെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്കിങ്ങനെ കുറച്ച് ഒരു 3 മണി മറ്റേ 3-ലേറെ കുറച്ചും കൂടെ നമുക്ക് ടൈം എടുക്കാൻ പറ്റും. ക്ലാസ്സുള്ള ടൈം ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിനെയാണ് നിർത്തുന്നത് കേട്ടോ. ഇന്ന് ക്ലാസ് ഇല്ല, ഇവിടെ ശനി ലീവാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ? ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് റെക്കോർഡിംഗ് ആക്കട്ടെ. റെക്കോർഡ് ആയാൽ മതിയായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ ഇവിടെയും കൂടെ ക്ലാസ് വരുമ്പോൾ സൗണ്ട് പ്രശ്നം വരുമെന്ന് വിചാരിച്ചിട്ടാണ്, വേറെ കുഴപ്പമുണ്ടായിട്ടല്ല. റെക്കോർഡ് ആയാൽ നിങ്ങൾക്കും സുഖാണല്ലോ, അത് കേട്ടിട്ട് എഴുതാമല്ലോ. നോക്കട്ടെ കേട്ടോ. റെക്കോർഡ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ വിട്ടുതരാം കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ ഓക്കെ, സി യു നെക്സ്റ്റ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.